നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ആരായി നമുക്ക് എന്തെന്ന് അവർക്കേ ഉള്ളു പ്രശ്നം. നമുക്കിപ്പോ ആരായാലും എന്തെന്ന്. അതെ, ഇപ്പൊ അങ്ങനെയായി. ആദ്യം നമുക്ക് ഒരാളെ ഇന്ന ആള് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നിയിരുന്നു. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ UDF അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ വിചാരിക്കുന്നല്ലോ, ആരെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലോട്ട് മാറിയിരിക്കണം. തന്നെയല്ല, പണ്ട് നമ്മൾ ആലോചിച്ചത് CPM വേണോ കോൺഗ്രസ് വേണോന്ന്. ഇപ്പൊ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. അതിനേക്കാൾ ആവേശത്തോടെ നമ്മൾ ചിന്തിക്കുന്നത് KC വേണുഗോപാൽ വേണം, VD സതീശൻ വേണം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വേണം. ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുക എന്നുള്ളതിനേക്കാൾ വലിയ ചർച്ചാ വിഷയമായിട്ട് ഇപ്പോൾ കാപ്പിക്കടകളിലും ചായക്കടകളിലും ബാർബർ ഷോപ്പുകളിലും പൊതുനിരത്തിലും പൊതുമണ്ഡലത്തിലാകെ തന്നെ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന നിറഞ്ഞ ചർച്ച ഇത് തന്നെയാണ്. കേട്ട് മടുത്ത് സത്യം പറഞ്ഞു. ഏവനായി നമുക്കെന്തോന്ന് സാധാരണക്കാരനെ ഒരു പാർട്ടിയെ അധികാരം ഏൽപ്പിച്ചു, അതിന്റെ നയങ്ങൾ നടപ്പാക്കുക. ഏതൊരുത്തം വന്നാലും പാർട്ടിയുടെ നയങ്ങളല്ലേ നടപ്പാക്കുന്നത്, അത് സ്വന്തം നയങ്ങളാണ് നടപ്പാക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി പത്രത്തിന് ഇത്ര വലിയ വില, സ്വർണത്തിനേക്കാളും വജ്രത്തിനേക്കാളും വില വന്നതെന്ന്. നമുക്കറിയാം, ആദ്യത്തെ മന്ത്രിസഭ 1957 EMSന്റെ മന്ത്രിസഭ. അന്ന് MN ഗോവിന്ദൻ നായരായിരുന്നു പാർട്ടി സെക്രട്ടറി. അറിയാമല്ലോ, MN ഗോവിന്ദൻ നായർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കായിരുന്നു. പുള്ളിക്ക് പുല്ലുവിലയാണ് ഈ മുഖ്യമന്ത്രി പദത്തിന്. കാരണം പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന പദവി അതിനേക്കാൾ കൂടിയ പദവിയാണെന്ന് അദ്ദേഹം വിചാരിച്ചു. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് PK വാസുദേവൻ നായർ. PK വാസുദേവൻ നായരെ പിടിച്ചു കെട്ടി വരിഞ്ഞു കെട്ടിക്കൊണ്ട് വന്ന മുഖ്യമന്ത്രിയെ ഇരുത്തുകയായിരുന്നു. അദ്ദേഹത്തിന് വലിയ വിഷമമായിരുന്നു മുഖ്യമന്ത്രി ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ. മനസ്സിലായില്ലേ? PK CPയുടെ. അതുപോലെയാണ് C അച്യുതമേനോൻ. തീരെ വിസമ്മതത്തോടു കൂടിയാണ് ഈ C അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ട് തരും. AK ആന്റണിയെ നിർബന്ധിച്ചു കൊണ്ടുവന്നു. അപ്പോഴും പുള്ളി ഇങ്ങനെ മൗനമായിട്ടിരുന്നു, എനിക്ക് വയ്യ എന്നുള്ള മട്ടിൽ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ മുഖ്യമന്ത്രിയാണ്. ആരാ പറഞ്ഞു? അന്നത്തെ അഖിലേന്ത്യാ കാര്യങ്ങൾ നോക്കുന്ന JK മൂപ്പനാർ, തമിഴ്നാട്ടുകാരൻ. മൂപ്പനാരോട് ചോദിച്ചു, മൂപ്പനാർ പറഞ്ഞു നിങ്ങൾ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ AK ആന്റണി അദ്ദേഹം വിനയത്തോടു കൂടി ചിരിച്ചുകൊണ്ട്, ഇത് ആജ്ഞയാണോ എന്നൊരു ചോദ്യം, കമാൻഡാണോ എന്നൊരു ചോദ്യം. അപ്പോൾ മൂപ്പനാർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഇതൊരു ഉപദേശമാണ്, ഈ ഉപദേശം സ്വീകരിച്ചില്ലെങ്കിൽ അത് ആജ്ഞയായിട്ട് വരും. അങ്ങനെയാണ് AK ആന്റണിയെ മുഖ്യമന്ത്രിയാക്കി. ഇപ്പോൾ എനിക്കറിയത്തില്ല, കോൺഗ്രസിലുള്ള നേതാക്കന്മാർ സകലമാന പേരും കൂടെ പോയിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, പിന്നെ രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശൻ ഇല്ലെന്ന് തോന്നുന്നല്ലേ, ഇങ്ങോട്ട് വന്നു. അതിനിടയ്ക്ക് കണ്ടു ശശി തരൂരാണ് മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും അനുയോജ്യം എന്നുള്ളൊരു ബോർഡ്. ഇങ്ങനൊക്കെ സകലമാന 63 MLA-മാരുണ്ട്. 63 MLA-മാർക്കും താങ്കൾക്കൊന്ന് മുഖ്യമന്ത്രിയായി കൊള്ളാമെന്ന് പറയുന്ന ഒരു വ്യാമോഹം, അത് നിസാര വ്യാമോഹമൊന്നുമല്ല, പാർലമെന്ററി വ്യാമോഹം. എന്തുകൊണ്ടാണ് ഈ രോഗം പിടിപെട്ടത് കോൺഗ്രസ്സുകാരെ ബാധിച്ചതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് മുഖ്യമന്ത്രി പദവില്ലെങ്കിൽ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ VD സതീശൻ പോയത്. VD സതീശന് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞ അത്രയും സീറ്റ് കിട്ടിയിരിക്കാം. അത് VD സതീശൻ്റെ മിടുക്കുകൊണ്ടാണെന്ന് പലരും പറഞ്ഞ് ക്ലീശയായതാണ്. ഇതെല്ലാം അവർക്ക് വെള്ളിത്താലത്തിൽ വെച്ചു കൊടുത്തിരിക്കുന്നത് പിണറായി വിജയനാണ്, ഇതിന്റെ സകലമാന കാരണഭൂതനും. വാസ്തവത്തിൽ അങ്ങനെ ആരും അഹങ്കരിക്കേണ്ട ഒരു കാര്യമല്ല. BJPക്ക് ശക്തിയില്ലാത്തത് കൊണ്ട് മാത്രം കോൺഗ്രസ് ഭരിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്ത സംഭവമാണിത്. അതിനെക്കുറിച്ച് വലിയ പ്രസാദ മാധുര്യം അല്ലെങ്കിൽ കോംപ്ലൈസൻസി ഒന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ VD സതീശന് അനുകൂലമായിട്ട് വലിയ വോട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. അവിടെ 60 കോൺഗ്രസ്കാരിൽ ഭൂരിപക്ഷം പേരും വോട്ട് ചെയ്തിരിക്കുന്നത് KC വേണുഗോപാൽ. KC വേണുഗോപാൽ MLA-യുമല്ല. അതുപോലെ തന്നെ അദ്ദേഹം ഒരു തരത്തിലും മുഖ്യമന്ത്രി ആകരുതെന്ന് ശഠിക്കുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർ കോൺഗ്രസ് തന്നെയുണ്ട്. ആരെന്നറിയാം? അവരുടെ ശക്തമായ സമ്മർദ്ദം കാരണമാണ് VD സതീശൻ MLA-മാരുടെ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ അദ്ദേഹം അപ്രിയനായിട്ട് തരണം. പാർലമെന്ററി പാർട്ടി എന്ന് പറയും. പാർലമെന്ററി പാർട്ടി ആകുമ്പോൾ അത് രൂപീകരിക്കണം, അത് സമയമെടുക്കും. സത്യം പറഞ്ഞ പോലെ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ആ വാക്യം ഉപയോഗിക്കണം. പാർലമെന്ററി പാർട്ടിയിൽ അപ്രിയനാണ് VD സതീശൻ. വോട്ട് കുറവാണ്. അതിലും കുറവാണ് രമേശ് ചെന്നിത്തലയ്ക്ക്. VD സതീശ എന്ന് പറഞ്ഞ് നടക്കുന്നവർ പോലും അദ്ദേഹത്തിനെതിരാണോ? കാര്യം എന്താ? പത്രങ്ങളെല്ലാം അദ്ദേഹത്തിന് അനുകൂലം. എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. പക്ഷേ പാർലമെന്ററി പാർട്ടി അദ്ദേഹത്തിനെതിരാണ്. കാര്യം എന്താണെന്നറിയാം? ഈ ചർച്ച എങ്ങോട്ടും പോയിട്ടില്ല.
ഉമ്മൻചാണ്ടിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച ഒരാൾ ഓർമ്മയുണ്ടോ? കേരളമാകെ കോളിളക്കം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഈ ഓരോ മണ്ഡലവും ഓരോ നേതാക്കന്മാർ പലതവണ മത്സരിക്കുന്ന പരിപാടി നിർത്തണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് എംഎൽഎമാർ ആവശ്യപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? കൃഷ്ണന്ദൂര്. അതിൻ്റെ മുഖ്യ ശബ്ദം വി ഡി സതീശൻ്റെതായിരുന്നു. അതിൻ്റെ ഗർജനം യുവകേസരിയായിരുന്ന വി ഡി സതീശൻ്റെതായിരുന്നു. അങ്ങനെ ഓരോരുത്തരും മണ്ഡലം സ്വന്തമായിട്ട് അങ്ങനെ വെച്ച് വാഴിക്കാൻ പാടില്ല. അങ്ങനെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കോട്ടയത്ത് നിന്ന് മാറ്റി അടൂരേക്ക് അന്ന് മാറ്റി അടിച്ചത്. പക്ഷെ ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിയിൽ നിന്ന് മാറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുഞ്ഞിനെ ഞങ്ങൾ വിട്ടുതരില്ലെന്ന് പറഞ്ഞ് പുതുപ്പള്ളിയിലെ സകലമാന ജനങ്ങളും ജാതി മത ഭേദമന്യേ, പുതുപ്പള്ളിയിലെ ചെറിയൊരു വീട് അദ്ദേഹത്തിൻ്റെ, ഞാൻ പോയിട്ടുണ്ട്, ഓടിട്ട് ജനലും ഒക്കെ ആയിട്ടുള്ള സാധാരണ ഒരു വീടാണ് പള്ളിക്കടുത്തായിട്ട്, പള്ളിയുടെ പുതിയ പള്ളിക്കടുത്തായിട്ട്. ആ പള്ളിയിൽ വീടിൻ്റെയും പള്ളിയുടെയും മുറ്റത്തായിട്ട് ആയിരങ്ങൾ തടിച്ചുകൂടി ഞങ്ങൾ വിട്ടുതരില്ല. ഉമ്മൻചാണ്ടി ഒന്നും പ്രതികരിച്ചില്ല. ജനങ്ങളാണ് മോസ്റ്റ് പോപ്പുലറായിട്ടുള്ള ലീഡറാണ്. അദ്ദേഹത്തിനെതിരെ പി ഡി സതീശൻ നടത്തിയ ആക്രമണത്തിൻ്റെ മുറിവൊന്നും അവരിൽ തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ കോൺഗ്രസിൽ ഗ്രൂപ്പിസത്തിനെതിരെ ശക്തമായ ശബ്ദം ഉയർത്തിയാണ് ആയിരുന്നു അദ്ദേഹം, ശരിയാണ്. പക്ഷേ ആന്റണി പക്ഷത്തിന് കോൺഗ്രസ് എ വിഭാഗത്തിന് അത് നന്നായിട്ട് കൊണ്ടു. ഇദ്ദേഹം ഐ വിഭാഗക്കാരനായിട്ട് ഇദ്ദേഹത്തെ വ്യാഖ്യാനിച്ചു. ആ ഗ്രൂപ്പിസത്തിൻ്റെയൊക്കെ വലിയ വിപ്ലവകരമായ ശബ്ദങ്ങൾ ഉയർത്തിയൊക്കെ വല്ലാത്ത മുറിവുകൾ ഉണ്ടാക്കി. ആ മുറിവുകൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് വി ഡി സതീശനെ ആൾക്കാർ മനസ്സാ വെറുത്തത്. പക്ഷെ അതേസമയം വേറൊരു കാര്യം കൂടിയുണ്ട്. വി ഡി സതീശൻ അല്ല ഇവർക്ക് ജയിക്കാൻ വേണ്ടുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ വേണമല്ലോ, അതായത് ഫണ്ട്. വി ഡി സതീശൻ്റെയിലോ കെ പി സി സിയിലോ ഭരണമില്ല, ഭരണത്തിൻ്റെ ഫണ്ടുമില്ല. ഇതെല്ലാം തെലുങ്കാനയിൽ നിന്ന് സ്വരൂപിച്ചു കൊടുത്തത് കെ സി വേണുഗോപാലാണ്. ഓരോരുത്തർക്കും സീറ്റ് വാങ്ങിച്ചു കൊടുത്ത് ഹൈക്കമാൻഡിൻ്റെ അനുവാദത്തോടു കൂടി കെ സി വേണുഗോപാലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് ഇനാം, അതുപോലെ തന്നെ ദ്രവ്യമായിട്ട് ക്യാഷായിട്ട് ഒക്കെ വേണ്ട സംഭാവനകൾ ഒരുക്കി കൊടുത്തത് കെ സി വേണുഗോപാലാണ്. അപ്പോഴേ കണ്ടീഷൻ അദ്ദേഹം വെച്ചു കാണും. കൗശലക്കാരൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് പ്രിയങ്ക ഗാന്ധിയുടെയും നെഹ്റു കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ടവനായിട്ട് അവിടെ വാഴുന്നത്. കുറച്ച് കൗശലമില്ലാൻ പറ്റില്ല നരേന്ദ്രമോദി ഇവിടെ നേരിടാൻ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടും സത്യം പറയാം രാഹുൽ ഗാന്ധി കുടുംബം സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. ഇദ്ദേഹത്തിനെ നേരത്തെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. ആ തീരുമാനം അവരുടെ മനസ്സിലുണ്ട്. ആ തീരുമാനത്തിന് ഒരു മാറ്റവും വരത്തില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞതുകൊണ്ടൊന്നും പറഞ്ഞ കാര്യമില്ല. തന്നെയല്ല, ഇവിടെ സീറ്റ് തേടി പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇനി വരേണ്ടത് കേരളത്തിലേക്കാണ്. വി ഡി സതീശൻ എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത പോലെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർ വെട്ടുപോയി. ഇല്ലേ? വെട്ടുപോയി. അങ്ങനെ ഏകാന്റണി ഒരു തീരുമാനം, ഇന്ദിരാഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ സ്ഥലം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്തതാണ്. അങ്ങനെയാണ് അവർ ചിക്കമംഗ്ലൂരിലും ഒക്കെ പോയി മത്സരിക്കേണ്ടതായിട്ട് വന്നത്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അവർക്കെതിരായിരുന്നു ഏകാന്റണി അണിന്നിട്ട് അവസ്ഥ കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പോയി. കെ സി വേണുഗോപാൽ വിശ്വസ്തനാണ്, നെഹ്റു കുടുംബത്തിൻ്റെ വിശ്വസ്തനാണ്, രഹസ്യം സൂക്ഷിപ്പുകാരനാണ്. അതുകൊണ്ട് ഇയാൾക്ക് ഇനി എവിടെ വേറെ അധികാരത്തിൽ വരാൻ പറ്റും? അടുത്ത കാലത്തൊന്നും നരേന്ദ്രമോദി അവിടെ നിന്ന് മാറാൻ പോകുന്നില്ല. അടുത്ത 15 വർഷത്തേക്ക്. ഇദ്ദേഹം തന്നെ പറഞ്ഞത് എനിക്കിപ്പോൾ 65 വയസ്സായിട്ടുണ്ട്, 15 വർഷം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ദേശീയ തലത്തിൽ ചിലപ്പോൾ പദവി കിട്ടാതിരിക്കും. അപ്പോഴത്തേക്ക് എത്ര വയസ്സായി? 65, 10, 75, 80 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്നെ എന്തിനുള്ള ഞാൻ മടിയും കുത്തി ഇങ്ങനെ അടങ്ങുമായിരിക്കും. എന്നാലും പിന്നെ പ്രധാനമന്ത്രിയാകാൻ പറ്റും, മന്ത്രിയാകാൻ പറ്റും. അതുകൊണ്ട് എനിക്കിപ്പോൾ തന്നെ കാരണം നമ്മുടെ സിദ്ധ രാമയ്യ ഉണ്ടല്ലോ കർണാടക മുഖം, അതുപോലെയാണ് പറഞ്ഞത്. അപ്പോൾ ചെവിക്കൊണ്ടേ പറ്റുമോ? അങ്ങനെയാണ് ഇങ്ങനെ വന്നത്. കെ സി വേണുഗോപാലിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്രം തൽക്കാലം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് കോൾഡ് സ്റ്റോറേജ് വെച്ചിരിക്കുന്ന തീരുമാനം കെ സി വേണുഗോപാൽ തന്നെയാണ്. പക്ഷെ അത് ഞാൻ സ്ഥിരമാണെന്നൊന്നും പറയുന്നില്ല. അതിശക്തമായിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ ആ തീരുമാനത്തിലൊരു മാറ്റം വരാൻ സാധ്യത ഞാൻ കാണും. ഏതായാലും ഇനിയും സസ്പെൻസ് എത്ര നാള് ഇങ്ങനെ നീണ്ടുപോകുമെന്നുള്ളത് നമുക്കറിയില്ല. അവിടെ തീരുമാനം വരും. ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. ജനങ്ങളെ ഓർപ്പിക്കാതെ വേഗം തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ ഇതേ ജനത്തിൽ തന്നെ മാറ്റി ചിന്തിക്കാനും അധികം സമയം വേണ്ട എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കും കാത്തിരിക്കാം ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. അതെ, അത് കഴിഞ്ഞ് അടുത്ത മന്ത്രിമാരൊക്കെ ഓരോ വിഭാഗം അതെന്താകും എന്നുള്ളത് അടുത്തത്. അതെ, അപ്പൊ അറിയാം.